നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നോക്കിയെങ്കിൽ പോലും ജൂലൈ 26-ന് ശുക്രൻ തൻ്റെ ഇടവൻ രാശിയിൽ നിന്നും ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ മിഥുനത്തിലേക്ക് ശുക്രൻ മാറുമ്പോൾ ഒരു 6 രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല ഫലം ലഭിക്കുമെന്ന് പറഞ്ഞാൽ ശുക്രൻ നമ്മുടെ ജാതകത്തിൽ, ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ എല്ലാവരും യൂട്യൂബിൽ പറയുന്ന എല്ലാവരും ഇങ്ങനെ പൊതുഫലമാണ് പറയുക. യൂട്യൂബ് ജ്യോത്സ്യന്മാരെല്ലാവരും പൊതുഫലമാണ് പറയുന്നത്. ഈ പൊതുഫലം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം, അത് പൊതുഫലമാണ്. പൊതുഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു വ്യക്തിക്കല്ല, അത് എല്ലാവർക്കും ഉള്ള ഫലങ്ങൾ, പൊതുവെ സംഭവിക്കുന്ന ഫലങ്ങളാണ് പറയുന്നത്. പക്ഷെ പൊതുഫലം എന്ന് പറയുമ്പോൾ അത് നമ്മളെ ജാതകവുമായിട്ട് ഒന്ന് വല്ല സാമ്യമുണ്ടോ നോക്കണം. കാരണം നമ്മുടെ ജാതകത്തിൽ ശുക്രൻ നമുക്ക് എങ്ങനെയാണോ, നല്ലവനാണോ ചീത്തവനാണോ എന്നൊക്കെ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശുക്രദശയാണ് എന്ന് പറഞ്ഞിട്ട് ശുക്രൻ ജാതകത്തിൽ മോശ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ശുക്രൻ ആളെ കൊല്ലുക വരെ ചെയ്യും. നന്മ മാത്രമല്ല, ശുക്രൻ തിന്മയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ശുക്രദശയാണല്ലോ ഇനി കോടീശ്വര യോഗം ഉണ്ടാവുന്നതാണ്. അങ്ങനെയൊന്നും തെറ്റായി ധരിക്കരുത്. നമ്മളുടെ ജാതകത്തിൽ ഒന്ന് പരിശോധിപ്പിക്കുക. നമ്മുടെ ജാതകം ശുക്രന്റെ അവസ്ഥ എങ്ങനെയാണോ, ശുക്രൻ നമ്മുടെ ജാതകത്തിൽ ശുഭനാണോ പാപനാണോ എന്ന് നോക്കുക. ഈ ശുക്രൻ ശുഭനാണെങ്കിൽ മാത്രമേ നമുക്ക് ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ശുക്രൻ ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ശുക്രന്റെ ദശാകാലം ആണോ അല്ലെങ്കിൽ ശുക്രന്റെ അപഹാരകാലമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾക്ക് ഫലമുണ്ടോ ഇല്ലയോ എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്താൻ. അങ്ങനെ ശുക്രന്റെ അപഹാരമോ ദശാകാലമോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ പൊതുഫലം നമുക്ക് ഗുണകരമാവുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയുള്ളൂ. അല്ലാതെ നമ്മൾ ധരിച്ചു വെച്ച ആ രീതിയിൽ പോയ ശുക്രദശയാണ്, അത് ശുക്രൻ ഇപ്പൊ മാറി. ഇതിലിപ്പോ 6 രാശിക്കാരെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഈ 6 രാശിക്കാർക്കും നമ്മൾ പൊതുഫലം പറയുമ്പോൾ ഈ 6 രാശിയിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് കാര്യമാണ്, ഇനി 26-ാം തീയതി മുതൽ ഞങ്ങൾക്ക് നല്ല കാലമാണ്, നല്ല കാലമാവട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെ പ്രാർത്ഥന. എല്ലാവർക്കും നല്ല കാലം വരട്ടെ, എല്ലാവർക്കും നന്മകൾ വരട്ടെ, നല്ല സുഖമായിട്ട് എല്ലാവരും ജീവിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം തന്നെ, നമുക്കൊക്കെ നന്നായി ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ നിർഭാഗ്യവശാൽ ശുക്രൻ നമ്മുടെ ജാതകത്തിൽ അനുകൂലനല്ലെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെ തിരിച്ചായിരിക്കും നമുക്ക് അനുഭവിക്കുക എന്ന് നമ്മൾ എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക. ഇത് പൊതുഫലമാണ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്ക് ഈ ഗുണഫലം ലഭിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ജൂലൈ 26-ാം തീയതി മുതൽ ഈ ഒരു ഭാഗ്യകാലം ഇവർക്ക് തുടങ്ങാൻ പോവുകയാണ്. ശുക്രൻ ഇവരെ സംബന്ധിച്ച് ശുക്രൻ ബുധൻ 2-ാം ഭാവത്തിന്റെ അധിപനാണ്. അതായത് നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ലഗ്നം ഏതാണോ, ലഗ്നത്തിനൊക്കെ മാറ്റം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ ഇടവൻ രാശിക്കാരാണെങ്കിൽ ആ ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെന്നെ പല ലഗ്നക്കാരായിരിക്കും. അപ്പൊ ആ ലഗ്നത്തിന് ശുക്രൻ ശുഭനാണോ പാപനാണോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ ശുഭനാണെങ്കിൽ മാത്രമേ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു ദോഷമായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പൊ ഞാൻ ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പറയും എന്റെ കാര്യം മൊത്തം കട്ടപ്പുകയാണ്. നിങ്ങൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത്
നിങ്ങൾ ഇനി നല്ല കാലം വരാൻ പോകുന്നു, ഞങ്ങൾക്ക് ഒരു അനുഭവം ഇല്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇത് അനുഭവം ഇല്ലാത്തതിന്റെ കാരണം ഇതാണ്. നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ ഏത് ദശാകാലമാണെങ്കിലും ഏത് ഗ്രഹത്തിന്റെ ചാരവശാൽ സഞ്ചരിക്കുന്ന കാലത്തും ഈ പൊതുഫലം പറയുമ്പോൾ നമുക്ക് അനുകൂലമാണോ ആ ഗ്രഹം എന്ന് നോക്കണം. ആ ഗ്രഹം അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കി വെക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വിഷയം എടുക്കാം. ഈ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലം ലഭിക്കുക. ഇതിൽ പറഞ്ഞ മാതിരി ശുക്രൻ അപഹാരകാലത്തോ ശുക്രന്റെ അപഹാരകാലമാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ശുക്രന്റെ ദശാകാലമാണോ എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജാതകത്തിൽ ശുക്ര ശുഭനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പത്തിന്റെ കാലഘട്ടമാണ്. സമ്പത്ത് മാത്രമല്ല, ലൗകിക കാരകത്വം ശുക്രനാണുള്ളത്. ജീവിതത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളും ശുക്രനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കാറ്. ശുക്രനാണ് ഇതിന്റെ എല്ലാം കാരകത്വം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ ശുക്രൻ നമ്മുടെ ജാതകത്തിൽ അനുകൂലനായിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ അടിച്ചു പൊളിക്കും. ഒരു കുറവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത്, ഐശ്വര്യം, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നിങ്ങൾ കൈ ഞെടിക്കുമ്പോഴേക്കും നിങ്ങളുടെ കൈക്കിലെത്തും അത്തരം സാധനങ്ങൾ. കാരണം വാഹനാദി കാര്യങ്ങള്, വീട്, സുഖ സൗകര്യങ്ങള്, നല്ല ദാമ്പത്യ ജീവിതം, നല്ല ഒരു ഭാര്യയെ ലഭിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ ലഭിക്കുക, ഇതൊക്കെ ശുക്രൻ നമുക്ക് അനുകൂലനാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. അപ്പോ ഈ പറയുന്ന രാശിക്കാർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ചാരവശാൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനാഗ്രഹിക്കുന്നു, സമ്പത്തിന്റെ, പ്രത്യേകിച്ച് സമ്പത്തിന്, നിങ്ങൾക്ക് നല്ലൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ആ മോഹം സാധിക്കും എന്ന് തീർച്ച തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേടിത്തരാൻ കഴിയുന്ന ഒരു സമയമാണ് ശുക്രൻ ഈ മിഥുനം രാശിയിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട്. നിങ്ങളുടെ ധനസ്ഥാനത്ത്, അതായത് നിങ്ങളുടെ ധനസ്ഥാനം മിഥുനം രാശിയാണ്, 2ാം ഭാവം, വാക്കിന്റെ സ്ഥാനം മിഥുനം രാശിയാണ്. ഈ ഒരു ഭാഗങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഭവത്തിൽ വരും. സമ്പത്ത് നേടും, ഐശ്വര്യം നേടും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും, സുഖഭോഗങ്ങൾ നടക്കും, സന്തോഷങ്ങൾ നടക്കും, ആഡംബര ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തീർച്ചയാണ്. അതിനുവേണ്ടി നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത രാശി നോക്കാം. അടുത്തതായിട്ട് ശുക്രന്റെ ജൂലൈ 26 മാറ്റം കൊണ്ട് വേറെ മറ്റു രാശിക്കാരിൽ 2ാമത്തെ രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. മിഥുനം രാശിയിൽ വരുന്ന മകീരം, അതുപോലെ തന്നെ തിരുവാതിര, അതേപോലെ പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ ഗുണഫലങ്ങൾ ലഭിക്കും തീർച്ചയാണ്. അതായത് മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക്, മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഗുണഫലങ്ങൾ ലഭിക്കും. ശുക്രൻ അവരുടെ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ബുധന്റെ രാശിയിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബുധനും ശുക്രനും സൗമ്യന്മാരാണ്, ഇവർ സുഹൃത്തുക്കളെ പോലെയാണ്. അപ്പോ ബുധന്റെ രാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ ബുധനും ശുക്രനും അനുകൂലനായി നിൽക്കുന്നവരാണ്. അവർ ശത്രുക്കളല്ല, ശത്രുഗ്രഹങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബുധന്റെ രാശിയിലേക്ക് ശുക്രൻ കടക്കുന്നതോട് കൂടിയിട്ട് മിഥുനം രാശിയിൽ വരുന്ന ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന സമയമാണ്. കാരണം ഇവര് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അവരൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണ്, അത് സാധിക്കും. ഇവർക്ക് വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കും. പഠന മികവുണ്ടാവും, ജോലിയിൽ പുരോഗതി ഉണ്ടാവും, പഠിച്ച വിഷയം ഓർമ്മയിൽ നിൽക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി മാറ്റമാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. ജോലിയിൽ പല ജോലി ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ ജോലിയിൽ നിന്ന് മാറാൻ ഒരു സാധ്യത ഉണ്ടാവുമോ? അങ്ങനെ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗ്യതയ്ക്കും നിങ്ങളുടെ ആ കരിയറിനോ എല്ലാത്തിനും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും ഒക്കെ അനുസരിച്ച ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ജോലിയിൽ പുരോഗതി ലഭിക്കും, ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 26-ാം തീയതിക്ക് ശേഷം നല്ല വിജയം ഉണ്ടാവും. മാത്രമല്ല ഈ ഒരു രാജ്യം വിട്ടിട്ട് നിങ്ങൾക്ക് മറ്റു രാജ്യത്തേക്കാണ് പോകേണ്ടതെങ്കിൽ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ മറ്റൊരു രാജ്യത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഈ ജൂലൈ 26-ന് ശേഷം നിങ്ങൾക്ക് സാധിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ അനുകൂലനാണെങ്കിൽ മാത്രം. പ്രതികൂലനാണെങ്കിൽ ഈ ഒരു ഫലം നിങ്ങൾ എടുത്തു ചാടരുത്. നല്ല ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്തു ചാടുക, മുന്നോട്ട് പോവുക. എടുത്തു ചാടിയിട്ട് ഉള്ള ജോലി കളയാൻ ശ്രമിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ശുക്രൻ അനുകൂലനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫലം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉള്ള ജോലി പോവും.
അതാണ് ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ശുക്രൻ ആളെ കൊല്ലുക വരെ ചെയ്യും. എല്ലാവരും കരുതി വെച്ചിരിക്കുന്ന ശുക്രൻ സമ്പത്തിന്റെ ഉടമസ്ഥനാണ്, ഒക്കെ സത്യമാണ്. ശുക്രൻ നമ്മുടെ ജാതത്തിൽ അനുകൂലനാണെങ്കിൽ മാത്രം. നമ്മൾ ശനിയെ കുറിച്ച് പറയാറുണ്ട്, ശനി എല്ലാവർക്കും പേടിയാണ്. ശനി നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലനാണെങ്കിൽ ശുക്രനെക്കാട്ടും സമ്പത്ത് നിങ്ങൾക്ക് നൽകും. അത് എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് അനുകൂലനാണെങ്കിൽ മാത്രമേ ഇത് ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു നല്ല അസ്ട്രോളജറെ, നല്ല ഉത്തമനായ ജ്യോത്സ്യനെ നിങ്ങൾ സമീപിക്കുക, നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. ജാതകമില്ലാത്തവർ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും കൊടുത്ത് ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് ഈ ഒരു ജോലി മാറി അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഇവിടെ തന്നെ നിൽക്കണോ എന്നൊക്കെ കൺഫ്യൂഷൻ തീർക്കാം നമുക്ക്. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒരിക്കലും ശുക്രൻ ചിങ്ങൻ രാശിക്കാർക്ക് ഗുണഫലം നൽകുന്ന ആളല്ല. കാരണം ശുക്രന് ഈ ഒരു ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ തീരെ ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ശുക്രൻ ഇവർക്ക് ശുഭത്വം നൽകുന്നത്, ഗുണങ്ങൾ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. ശുക്രൻ 11ാം ഭാവത്തിലാണ് ചിങ്ങൻ രാശിക്കാർക്ക് നിൽക്കാൻ പോകുന്നത്. ചിങ്ങൻ രാശിയെ സംബന്ധിച്ച് ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ശുക്രൻ 11ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 11ൽ നിൽക്കുന്ന ഗ്രഹം നിങ്ങൾക്ക് ശുഭഫലങ്ങളെ നൽകുകയുള്ളൂ. കാരണം മറ്റുള്ള ഭാഗങ്ങളൊക്കെ നിൽക്കുന്ന ഈ ശുക്രൻ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ ലഭിക്കും, നൽകുന്നത് ദോഷഫലങ്ങളായിരിക്കും. പക്ഷെ തിരിച്ച് 11ൽ വന്ന ശുക്രൻ ശുഭനായി മാറും. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ ശുഭനായി മാറും. കാരണം ശുക്രനും ചിങ്ങത്തിന്റെ അധിപനായ സൂര്യനും ശത്രു ഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് 11ൽ വരുമ്പോൾ മാത്രം ശുക്രൻ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠ ഫലങ്ങൾ ലഭിക്കും. അല്ലാതെ നിങ്ങൾക്ക് ശുക്രനെ കൊണ്ട് ഒരു ഫലവും മറ്റു രാശികൾ നിൽക്കുമ്പോൾ ലഭിക്കാൻ സാധ്യത കുറവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജാതകം പരിശോധിപ്പിക്കുക, നിങ്ങൾക്ക് ശുക്രൻ അനുകൂലനാണോ എന്ന് നോക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ശുക്രദശയാണോ അല്ലെങ്കിൽ ശുക്രന്റെ അപഹാരമാണോ നടക്കുന്നത്, അതായത് ഏതെങ്കിലും ദശയിൽ ശുക്രന്റെ അപഹാരം നടക്കുന്നുണ്ടോ എന്നും കൂടി പരിശോധിപ്പിക്കണം. ശുക്രന്റെ ദശാകാലത്ത് ശുക്രന്റെ അപഹാരമാണെങ്കിൽ ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ ദശാകാലത്ത് ശുക്രന്റെ അപഹാരം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കും. അതെങ്ങനെ? നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ അനുകൂലനാണെങ്കിൽ മാത്രം, ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ മാത്രം. മനസ്സിലായില്ലേ? അപ്പൊ ചിങ്ങൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും സമ്പത്ത്, ഐശ്വര്യം, അഭിവൃദ്ധി, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലിക്ക് നിങ്ങൾക്ക് കടക്കാനുള്ള സമയമാണ് ജൂലൈ 26 മുതൽ. ശുക്രൻ ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് മാറുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഭാഗ്യകാലം തുടങ്ങുകയായി. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങളുടെ ഭാഗ്യകാലം മുന്നോട്ട് തുടർന്നു പോവുകയാണ്. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പത്തിന്റെയും ഉടമസ്ഥതയിലായിരിക്കും ഉണ്ടാവുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ചിങ്ങരാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇതാണ്: ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരാണ്. ഈ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല ഒരു സമയം ആണ് ശുക്രന്റെ രാശിമാറ്റം. ഇവരെ സംബന്ധിച്ച് ശുക്രൻ 10ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. കർമ്മസ്ഥാനത്തേക്ക് ശുക്രൻ മാറുന്നതോടുകൂടി കന്നി രാശിക്കാരുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ്. മറഞ്ഞു കിടക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് തെളിഞ്ഞു കിട്ടാൻ പോവുകയാണ്. കാരണം പല പൂർവിക സ്വത്തുകൾ ലഭിക്കാൻ സാധ്യതയുള്ളവർക്ക്, എല്ലാവർക്കും ലഭിക്കണം എന്നല്ല പറയുന്നത്, പൂർവിക സ്വത്തുകൾ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ, അത് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അത് ലഭിക്കാൻ സമയമായിരിക്കുന്നു. ജൂലൈ 26 മുതൽ അതിനുള്ള ഒരു ഭാഗ്യകാലം നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. കാരണം പലർക്കും പൂർവിക സ്വത്തൊക്കെ ഉണ്ടാവും, അത് കിട്ടാതെ കിടക്കുന്നുണ്ടാവും. അത് എങ്ങനെയാ കിട്ടുക? കാരണം കുടുംബ സ്വത്തായിട്ട് കിടക്കുന്നുണ്ടാവാം. അതൊക്കെ കിട്ടില്ല എന്ന് നനച്ചിരിക്കുന്ന സമയത്തായിരിക്കും പ്രതീക്ഷിക്കാത്ത ആ സൗഭാഗ്യം ശുക്രൻ കൊണ്ടുതരുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ആ ഒരു ഭാഗ്യകാലമാണ് വരുന്നത്. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പുരോഗതി ലഭിക്കുന്ന സമയമാണ്. പുതിയ ബിസിനസ്സുകൾ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ജൂലൈ 26 മുതൽ തുടങ്ങാൻ പോകുന്നത്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങിക്കോളൂ. നിങ്ങൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. ശുക്രൻ നിങ്ങൾക്ക് അനുകൂലനാണെങ്കിൽ ഇതിൽ നിങ്ങൾ കത്തിക്കയറും. ചെറിയ സംരംഭമാണെങ്കിലും നിങ്ങൾ വലിയ
ഒരു കോടീശ്വര യോഗത്തിലേക്ക് എത്താൻ പോകും. ആ സംരംഭം നിങ്ങൾ വളർന്നിട്ട് നിങ്ങൾ ചെറുതിൽ നിന്നും വളർന്നിട്ട് വലിയ സമ്പന്നനായി മാറാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. അപ്പൊ ശുക്രന്റെ രാശി മാറ്റം നിങ്ങളെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്താണ്. ജോലിയിലൊക്കെ കന്നിരാശിക്കാര് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി ഇവർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഉള്ള ജോലിയിൽ സമ്പത്തും ഐശ്വര്യവും വരാൻ സാധ്യത കൂടുതലാണ്. ഉള്ള ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ധനസമ്പാദനം കൂടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഒരു ഒരു നമുക്ക് സ്ഥാനക്കയറ്റത്തിനോ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എടുത്തു ചാടരുത്. നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിപ്പിക്കുക. ശുക്രൻ നിങ്ങൾക്ക് അനുകൂലനാണെങ്കിൽ മാത്രമേ ഇത് പ്രതീക്ഷിക്കാവൂ, അല്ലാത്തവർ പ്രതീക്ഷിക്കരുത്. നമ്മളിപ്പോ ഈ യൂട്യൂബിൽ പറയുന്നു പൊതുഫലം. ഈ പൊതുഫലം കേട്ടിട്ട് നിങ്ങൾ എടുത്തുചാടി പറയരുത്. എപ്പോഴും ഞാൻ പ്രത്യേകം എടുത്ത് പറയും, നിങ്ങൾ കുണ്ടു ചാടരുത്, എടുത്തുചാടി ജോലിയൊന്നും കളയരുത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്റെ എന്നല്ല ആരുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എടുത്തുചാടി ഒന്നും ചെയ്യരുത്. നിങ്ങൾ നല്ല ആലോചിച്ചതിന് ശേഷം നിങ്ങൾ ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങുക. കാരണം നിങ്ങൾക്ക് എന്തും ചെയ്യാൻ അനുകൂലമായ സമയമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ നമ്മൾ ചെയ്യുമ്പോൾ വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. നമ്മൾ ഉള്ള ധനം കൂടി നമ്മൾ നഷ്ടമാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ശുക്രൻ നമുക്ക് അനുകൂലനാണെങ്കിൽ മാത്രമേ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുതരാൻ കഴിവുണ്ട്. ഇതെല്ലാം പ്രതികൂലനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊന്നു കളയും ശുക്രൻ. സമ്പത്തിൽ നമ്മൾ ദരിദ്രനായി പോവും, പിച്ചക്കാരനാക്കും നമ്മളെ ശുക്രൻ നമുക്ക് അനുകൂലനല്ലെങ്കിൽ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പൊതുവെ ആൾക്കാരുടെ ധാരണ ഉണ്ട്, ശുക്രൻ ദശയാണല്ലോ ഇനി കോടീശ്വരനല്ലേ, അവന് ശുക്രദശയല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് പറയും, നാട്ടിൻപുറത്ത് പറയുന്നത് ഒരു ശുക്രൻ തെളിഞ്ഞിരിക്കുന്ന സമയമാണ് എന്നൊക്കെ. ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ് ജൂലൈ 26 മുതൽ ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങളുടെ ജീവിതം സമ്പൂർണമാവും, ദാമ്പത്യ ജീവിതം ഐശ്വര്യപ്രദമാകും. പുതിയ വിവാഹ ആലോചനയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആ വിവാഹം നടക്കാൻ സാധ്യത കൂടുതലാണ്. പ്രണയിക്കുന്നവർക്ക് ശുക്രൻ ഏറ്റവും അനുകൂലനാണ്. നമ്മളെ പ്രണയിപ്പിക്കുന്നത് ശുക്രനാണ്. പ്രണയിപ്പിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന ഒരു സമയമാണ് അത്. അവരുടെ ആഗ്രഹം പൂർത്തീകരണത്തിന്, വിവാഹത്തിലേക്ക് കലാശിക്കാനൊക്കെ ഏറ്റവും നല്ല സമയമാണ് ശുക്രന്റെ മാറ്റം എന്ന് പ്രതീക്ഷിക്കാം. ശുക്രൻ നമുക്ക് അനുകൂലനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ സർവ്വകാര്യങ്ങളും നടന്നിരിക്കും. എന്തായാലും ഭഗവാൻ കന്നിരാശിക്കാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക്. അടുത്തതായിട്ട് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്കും ഈ ഗുണഫലം ലഭിക്കും എന്ന് തീർച്ച തന്നെയാണ്. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കണം. എന്തായാലും നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ശുക്രൻ അനുകൂലനാണെങ്കിൽ മാത്രമേ ഈ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. പൊതുഫലമാണ് പറയുന്നത്, എടുത്തിയാടി ഒന്നും ചെയ്യരുത്. പ്രത്യേകം പറയാണ്. എന്നെ വിളിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, അവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, അവര് ഈ ഗുണഫലങ്ങൾ ലഭിക്കും എന്ന് എന്റെ ചാനൽ മാത്രമല്ല പലവരുടെയും ചാനൽ കണ്ടിട്ട് ഇതിപ്പോ ചില ചാനലുകളിൽ പറയുന്നുണ്ട്, ഇപ്പൊ നാളെ മുതൽ നിങ്ങൾ കോടീശ്വരനാവാം, കോടാനുകോടികളുടെ അധിപതിയാവാം എന്നൊക്കെ പറയുന്നുണ്ടാവാം. നിങ്ങൾ ഇതൊന്നും കേട്ട് എടുത്ത് ചാടരുത്. ഇതൊക്കെ ചാനലിന് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. തമ്പനയില് കൊടുക്കുന്ന പല വാക്കുകളും ചാനലിന് ആളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളടക്കം എല്ലാവരും കൊടുക്കുന്നതാണത്. അതൊന്നും കേട്ട് നമ്മൾ എടുത്ത് ചാടരുത്. പൊതുഫലങ്ങളാണ്. നമ്മുടെ ജാതകത്തിൽ ശുക്രൻ നമുക്ക് അനുകൂലനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കും. ശുക്രന്റെ ദശാകാലമോ അല്ലെങ്കിൽ അപഹാരകാലമോ നമുക്കൊരു യോഗമുണ്ട്, മാളവ്യയോഗം. ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന യോഗമാണ്. ഈ മാളവ്യയോഗം അനുഭവത്തിൽ വരണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ശുക്രൻ നമുക്ക് ശുക്രദശ നടക്കുകയോ അല്ലെങ്കിൽ ശുക്രന്റെ അപഹാരം നടക്കുകയോ എന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അനുഭവത്തിൽ വരികയുള്ളൂ. അങ്ങനെ ഓരോ യോഗങ്ങളും പഞ്ചമഹാപുരുഷ യോഗം എന്നാണ് ഇതിന് പറയുക. 5 ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന യോഗമാണത്. അപ്പൊ അത് അവരവരുടെ ദശാകാലങ്ങളിലോ അപകാര കാലത്തോ ആയിരിക്കും അതിന്റെ അനുഭവം നമുക്ക് ജീവിതത്തിൽ കിട്ടുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ഏറ്റവും നല്ല സ്ഥാനത്താണ്, അവരുടെ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 9ാം ഭാവം ഭാഗ്യം, ധർമ്മദയ, പുണ്യ, തപസ്ഥാന എന്ന് പറയുന്നത്. ഭാഗ്യം, ധർമ്മം, ദയ ഇതൊക്കെ 9ാം ഭാവം. അതായത് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. ശുഭഗ്രഹമായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് പലതരത്തിലും ഭാഗ്യം വന്നു ചേരാം. എന്തിനു പറയുന്നു, ഒരു ചെറിയ ലോട്ടറി എടുത്താൽ പോലും ചിലപ്പോൾ അടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതൊരു വെറും വാക്കല്ല, ഭാഗ്യം തെളിയുന്ന സമയമാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഭാഗ്യമുണ്ട് എന്ന് വെച്ചിരിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഭാഗ്യം ലഭിക്കാൻ, ഭാഗ്യം കൂടാൻ വേണ്ടിയിട്ട്
വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ഭാഗ്യസൂക്ത വഴിപാട് കഴിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായില്ലേ? ഭാഗ്യസൂക്തം, അതുപോലെ സ്ത്രീ സൂക്ത വഴിപാടുകള് ദേവി ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഭാഗ്യം തെളിയിക്കാൻ കാരണമാവും. അപ്പോ ശുക്രൻ നമുക്ക് അനുകൂലനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫലം ലഭിച്ചിരിക്കും. അപ്പോൾ ഇവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ്. പുതിയ സംരംഭങ്ങൾക്ക് പറ്റിയ സമയമാണ്. ഏറ്റവും നല്ല സമയം എന്ന് വിചാരിക്കാം ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ജൂലൈ 26 മുതൽ ഇവരുടെ ഭാഗ്യം തെളിയുന്ന സമയമാണ്. ഇവര് എന്തിനു വേണ്ടി പുറപ്പെടുന്നോ അത് ഇവർക്ക് സാധിച്ചെടുക്കാൻ കഴിയും. ഇവർ പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നോ അവർക്ക് അത് സാധിച്ചെടുക്കാൻ കഴിയും. ഇവര് ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് സഹായത കൂടുതലാണ്. PSC എഴുതിയിരിക്കുന്നവർക്ക് ആ ഒരു ജോലി ഈ ഒരു ജൂലൈ 26 മുതൽ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ശ്രമിച്ചോളൂ. എംപ്ലോയ്മെന്റിലായിക്കോട്ടെ PSCക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചിരിക്കും. ശുക്രൻ അനുകൂലനാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കും. ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കും. നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചിരിക്കും. നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ആ വിവരം എന്നോട് പറയണം. തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിവരം എൻ്റെ അടുത്തൊന്ന് സൂചിപ്പിക്കണം. ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. മാത്രമല്ല നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതിയ ജോലിയിൽ തേടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒതുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഈ ശുക്രന്റെ മാറ്റം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ്. ശുക്രൻ സ്വന്തം രാശിയാണ് ശുക്രന്റെ, തുലാം രാശി. മാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശുക്രൻ ബുധന്റെ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ബുധൻ ശുക്രനും സൗമ്യമാരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഫലം ലഭിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവ്വ കാര്യങ്ങൾക്കും തടസ്സമില്ലാതെ നടക്കാൻ പോകുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ ഉന്നതിയിലെത്തും. ആത്മീയമായി ചിന്തിക്കുന്നവർക്കും ആത്മീയ പാതയിലൂടെ നീങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. പക്ഷെ ശുക്രന്റെ ഈ ഒരു ചാരവശാലുള്ള ഒരു ചലനം കൊണ്ട് ചില ആത്മീയ രീതിയിലൊക്കെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് മറ്റു പല ചിന്തകളും, നമ്മുടെ ലൗകിക ചിന്തകളൊക്കെ മനസ്സിൽ വന്നുകൂടാൻ സാധ്യതയുള്ള സമയമാണ്. ലൗകിക കാരകത്വം ശുക്രനായതുകൊണ്ട് തന്നെയാണ് അത് പറയാൻ കാരണമെന്ന് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തായിട്ട് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടം, ചതയം, പൂരട്ടാതി നക്ഷത്രങ്ങൾ. കുംഭം രാശിക്കാർക്ക് ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെയധികം നേടിയെടുക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ അവിട്ടം, ചതയം, പൂരട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാ ആഗ്രഹങ്ങളും ഇവരെ പൂർത്തീകരിക്കപ്പെടും എന്നാ പറയുന്നത്. അതുപോലെ സാമ്പത്തിക സ്ഥിതി ഇവരെ സംബന്ധിച്ച് ഏറ്റവും മേന്മയുണ്ടാക്കുന്ന സമയം കൂടിയാണ്. അനുകൂലമായ സമയം എന്ന് പറയാം. സാമ്പത്തിക സ്ഥിതിക്ക് ഇവർക്ക് ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ്. ഇവർ എന്തിന് പുറപ്പെടുന്നോ അതൊക്കെ ഇവർക്ക് ഈ ഒരു രാശിക്കാർക്ക്, മറ്റു രാശിക്കാരെ പറഞ്ഞ പോലെ ഈ രാശിക്കാർക്കും എല്ലാം സാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇവരുടെ 5ാം സ്ഥാനത്താണ് ശുക്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാം ഭാവാധിപനായ ശുക്രൻ 5ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ബുധന്റെ രാശിയിൽ. കാരണം ബുധനും ശുക്രനും ശനിയും സൗമ്യന്മാരാണ്. ഇവർ ശത്രുക്കളല്ല. അതുകൊണ്ട് തന്നെയാണ് കുംഭരാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ ശുക്രന്റെ മാറ്റം അനുകൂലമാവുന്നത്. മാത്രമല്ല ഇവരെ സംബന്ധിച്ച് എന്തിന് പുറപ്പെടുന്നു, സമ്പത്ത് നിറഞ്ഞിരിക്കും ഇവരുടെ കയ്യിൽ. കാരണം ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ പല ഭാഗത്തു നിന്നും ഇവർക്ക് ധനം തേടിയെത്തും. നമ്മൾ വെറുതെ പറയല്ല അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ധനം വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിക്കാതെ തന്നെ പല ഭാഗത്തു നിന്നും, എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും അറിയിലൊക്കെ പൈസ സഹായിക്കും. ചിലർക്ക് കുറച്ച് ജോലി അവിടെ ഉണ്ടാവും. അത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറച്ച് കിട്ടും. ഇപ്പുറത്തേക്ക് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കിട്ടും. ഇങ്ങനെ ശുക്രൻ അനുകൂലനാണെങ്കിൽ സമ്പത്തിൽ ആറാടും ഇവര് കുംഭരാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിനും അനുകൂലമായ സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ഭാഗ്യകാലമാണ് ലഭിക്കാൻ പോകുന്നത്. സന്താനങ്ങൾ ജോലിക്ക് കയറി സന്താനങ്ങളുടെ ധനം നമുക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാക്കും. നമ്മുടെ ജീവിതം സുഖമായി മാറും. അച്ഛനമ്മമാരുടെ സന്താനങ്ങളെ കൊണ്ട് സുഖം ലഭിക്കുന്ന സമയം കൂടിയാണ്. മാത്രമല്ല കുട്ടികൾ പഠിച്ച് മിടുക്കരാവുന്ന സമയം കൂടിയാണ്. ശുക്രന്റെ മാറ്റം ഇതിനൊക്കെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ജോലിയിൽ പുരോഗതി ഉണ്ടാവും. സമ്പത്തിൽ ആറാടും. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പലതരത്തിലുള്ള ആഡംബര വസ്തുക്കളുടെയും കാരകത്വം ശുക്രനാണ്. ആ ശുക്രൻ അനുകൂലനാവുമ്പോൾ
നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലഭിക്കും. ടി വി ഇല്ലെങ്കിൽ ടി വി, ഫ്രിഡ്ജ്, അങ്ങനെ എന്ന് ഇന്നതെന്നില്ല, നിങ്ങൾക്ക് ഇല്ലാത്ത എന്ത് സാധനവും നിങ്ങൾക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാൻ കഴിയുന്ന സമയമാണ്. ഒന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു അടവിനെങ്കിലും വാങ്ങിച്ച് അത് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. അതിന് പോലും കഴിയാത്തവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോ ഇതെല്ലാം നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ അനുകൂലനാണെങ്കിൽ മാത്രമേ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. ലോട്ടറി ഭാഗ്യം പോലും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. കുംഭരാശിക്കാരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യം പോലും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ശുക്രൻ നിങ്ങൾക്ക് അനുകൂലനാണെങ്കിൽ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളുടെ മുന്നിലെത്തും. ജീവിതം കര പിടിക്കും, ജീവിതം പച്ച പിടിക്കും. കുംഭരാശിക്കാരെ സംബന്ധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും കുംഭരാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ എല്ലാവർക്കും നന്മ നേരട്ടെ. ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.